ദിലീപിനെ വാഴ്ത്തിയും പൃഥ്വിരാജിനെയും വിമർശിച്ചുമായിരുന്നു അഖിൽമാരാർ അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ. എന്നാൽ പൃഥ്വിരാജിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വലിച്ചൊരിക്കുന്ന ചില അനാവശ്യ വിവാദങ്ങളുണ്ട്. ചില പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ. അതിന് കൂടിയുള്ള മറുപടി പറയാൻ പോകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയ്ക്ക് ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിച്ച് നടക്കുന്ന എന്നുള്ളതുമാണ്. പക്ഷേ മലയാള സിനിമ ഇന്ന് കാണുന്ന വലിയ വിസിബിലിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീമേക്ക് റൈറ്റ്സ് കൊടുക്കുന്നതിൽ കവിഞ്ഞ് മലയാള സിനിമയെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സ്പേസ് ഉണ്ടാക്കി തരുന്നതിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ പങ്ക് വളരെ വലുതാണ്. മലയാള സിനിമയിൽ ബിസിനസ് സൈഡ് വളർത്തി വലുതാക്കി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അദ്ദേഹം അവസരങ്ങൾ കൊടുത്തിട്ടുള്ള അഭിനേതാക്കളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അവരൊക്കെ പിന്നീട് മലയാള സിനിമയിൽ വലിയ പേര് നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണം ഉണ്ടാക്കുന്ന ആളുകൾ ബാക്കിയുള്ളവരെ തളർത്താനും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചതിന് അപ്പുറത്തേക്ക് എന്ത് സംഭാവനയാണ് കൊടുത്തിട്ടുള്ളതെന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ ചില കമ്പാരിസൺസും വരുന്നുണ്ട്. ഒരു നടൻ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുക എന്നാൽ സിനിമ നിർമ്മിക്കുക എന്നതാണെന്ന തരത്തിലാണ്. അതും അയാൾ നായകനായി അഭിനയിക്കാതെ പുതുമുഖങ്ങളെ നായകനും നായികയാക്കി സിനിമ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനൊരു നിയമം ഇവിടെ ഇല്ല. മാത്രമല്ല, ഒരു സിനിമ ഒരാൾ നിർമ്മിക്കുമ്പോൾ ലാഭം ഇല്ലെങ്കിൽ നഷ്ടം വരാതെ നോക്കുക എന്നത് ആ പടം മുടക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ലീഡിങ്ങിലൂടെ ചെയ്യാം. കാരണം അയാൾ തന്നെ അഭിനയിക്കുമ്പോൾ അയാളുടെ പ്രതിഫലം കുറയ്ക്കുമ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് വീണ്ടും കുറയും. കൂടാതെ അയാളുമുണ്ട് എന്നുകൊണ്ട് സിനിമയെ സെല്ലിങ്ങിലും കൂടും. അങ്ങനെ നഷ്ടം വരാതെ സിനിമയിൽ പുതിയ അഭിനേതാക്ക് ഒരു പരീക്ഷണാർത്ഥം വേഷങ്ങൾ കൊടുക്കാം. പുതിയ ടെക്നീഷ്യൻസിന് അവസരം കൊടുക്കാം. സിനിമ എന്ന രീതിയിൽ പുതിയ പരീക്ഷണ ചിത്രങ്ങൾ എടുക്കാം എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. അത് ഉപയോഗിക്കുകയാണ് പൃഥ്വിരാജ് ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച നസ്ലിനെ ചെറിയ റോളിൽ അല്ലേ കൊടുത്തുള്ളൂ എന്ന് ആരോപിക്കുമ്പോഴും പോലും നസ്ലിനും സാഗറും അന്നായിരുന്ന സാഹചര്യത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും ഗംഭീരമായ റോൾ തന്നെയാണ് പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് അവരെ സജസ്റ്റ് ചെയ്തു. അതുപോലെ ടൊവിനോ തോമസ് അയാളുടെ സിനിമാ രംഗത്തെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവാറ് പൃഥ്വിരാജിന്റെ പേര് പറയുമ്പോഴാണ്.